ലളിതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഈസ്റ്റർ ആണല്ലോ. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. ഇപ്പോൾ രക്ഷകർത്താക്കളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സ്വർണത്തിൻ്റെ വില വർധനവ്. പെൺകുട്ടികളുള്ള രക്ഷകർത്താക്കൾക്കെല്ലാം നല്ല ടെൻഷനായിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ മേട മാസങ്ങളിലൊക്കെ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോഴത്തേക്കിന് ഈ സ്വർണത്തിന് ഇത്രയും വില കൂടിയപ്പോഴത്തേന് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എല്ലാവരും വിചാരിച്ച അത്രയും സ്വർണ്ണമൊന്നും മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോഴത്തേന് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏകദേശം ഇത്രയൊക്കെ കൊടുക്കാം എന്ന് മലയാളികളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഹിന്ദുസ്, മുസ്ലിംസ് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിച്ച് മകൾക്ക് കല്യാണം കഴിച്ച് വിടാൻ താല്പര്യമുള്ളത്. അപ്പോൾ ഇപ്പം സ്വർണ്ണക്കടയിൽ ചെല്ലുമ്പോഴത്തേക്കിന് എന്തോ ഒരു വില, സ്വർണത്തിനും ഭയങ്കര വില. അതുപോലെ പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസയാവുന്നുണ്ട്. ഒരു മാലയുടെ നമുക്കിഷ്ടപ്പെട്ട ഒരു മാലയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പണിക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചാർജ്. പക്ഷേ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പണിക്കൂലിയില്ല, പണിക്കുറവുമില്ല. സ്വർണത്തിൻ്റെ അന്നേരത്തെ വില അതേ തരുള്ളൂ. വാങ്ങിച്ച അതേ കടയിൽ തന്നെ നമ്മൾ കൊണ്ടു കൊടുത്താലും അത്രയേ തരുള്ളൂ. പണിക്കൂലിയില്ല, പണിക്കുറവുമില്ല എന്ന് അന്നേരം പറയുന്നത്. പിന്നെ ഈ സ്വർണം വാങ്ങിച്ച് ഒരുപാട് ഇപ്പോൾ പെൺകുട്ടികളുടെ കല്യാണ സമയത്ത് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അസറ്റ് എന്നുള്ള രീതിയിലാണ് രക്ഷകർത്താക്കൾ കൊടുക്കുന്നത്. അത് ഈ ഹിന്ദുസും മുസ്ലിംസുമാണ് ഏറ്റവും കൂടുതൽ സ്വർണം കൊടുക്കുന്നത്. ക്രിസ്ത്യൻസ് അങ്ങനെ കൊടുക്കാറില്ല. അവർ ആവശ്യത്തിന് സ്വർണ്ണം ഇടും, അത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഫിക്സഡായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആവശ്യത്തിൽ സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ട് ബാക്കി പൈസ അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുമില്ലെങ്കിൽ പലിശയെങ്കിലും അവർക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാമല്ലോ. ഈ സ്വർണ്ണം എല്ലാം കൂടെ ഇട്ട് കൊടുത്താലും ഇവർ പിറ്റേ ദിവസം മുതൽ ഇതൊന്നും ഇടാറില്ല. പയ്യൻ ഇട്ട മാല പോലും ഇടത്തില്ല. അവർ ഏതെങ്കിലും ഒരു നൂല് പോലുള്ള ഒരു മാലയിൽ ഒരു താലി ഇടത്തേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ കൊണ്ടുചെന്ന് ലോക്കറിൽ വെച്ചിട്ട് ലോക്കറിൻ്റെ അങ്ങോട്ട് പിന്നെ 10,000-3000 രൂപ ലോക്കറിന് നമ്മൾ അടച്ചുകൊണ്ട് ഇരിക്കണം. പക്ഷേ ഇത് പെൺകുട്ടികൾക്കൊരു ധൈര്യം എന്ന രീതിയിൽ സ്വർണ്ണം എപ്പോഴും കയ്യിലുള്ളത് അവർക്കൊരു മനസ്സിന് സന്തോഷമാണ്. കാരണം ഇട്ടില്ലെങ്കിലും അതൊരു മുതൽക്കൂട്ടാണല്ലോ. അച്ഛനും അമ്മയും തന്നത് അവർക്കൊരു മുതൽക്കൂട്ടായിട്ട് കരുതുകയും ചെയ്യാം. പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പിൻവലിക്കുന്നതും പെട്ടെന്നായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഫിക്സഡ് കിടപ്പുണ്ടല്ലോ അതിങ്ങോട്ട് എടുക്കുക എന്നൊക്കെ രക്ഷകർത്താക്കളോ അതോ ചെറുക്കൻ്റെ വീട്ടുകാരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ ചിലപ്പം പെൺകുട്ടികളെ അയക്കാനുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ സ്വർണ്ണം എടുത്തിട്ട് അയക്കുകയും പിന്നീട് അത് വലിയ പ്രശ്നത്തിലൊക്കെ ആയിത്തീരുന്ന കേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അഥവാ അങ്ങനെ കൊടുക്കേണ്ടി വന്നാലും അതിന് തുല്യമായുള്ള വസ്തുക്കളോ എന്തെങ്കിലും കുട്ടിയുടെ പേരിൽ എഴുതി വാങ്ങിച്ചിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ എന്നാണ്. എന്നാലും ചില ഡൈവോഴ്സ് കേസൊക്കെ വരുമ്പോൾ എൻ്റെ ഇത്ര പവൻ്റെ സ്വർണ്ണം അവരെടുത്തു, ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഒരിക്കലും ചെയ്തുകൂടാ. ഒരു കുട്ടിയുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് മറ്റൊരു കുട്ടിക്ക് അയക്കുകയാണെങ്കിലും ഇനി എത്ര സ്നേഹമുള്ളവരാണെങ്കിലും അതിന് ഒരു തുല്യമായ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം, അതിന് ചേരുന്ന വസ്തുവെങ്കിലും എഴുതി വെച്ചിട്ടേ ആ കുട്ടിയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് ഭർത്താവിൻ്റെ പെങ്ങന്മാരെ അയക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ അവർക്ക് അത്രയും കൊടുത്തു വിടുന്നത്. അപ്പോഴങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു കുട്ടിയുടെ ശാപം വാങ്ങിക്കൊണ്ട് ആ സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. പിന്നെ ഇപ്പോൾ 50ഉം 100ഉം ഒന്നും കൊടുത്തു വിടാനുള്ള ഒരു മാർഗവും ഒരു അത്രയ്ക്ക് സ്വത്തുള്ളവർക്കേ ഇപ്പം പറ്റുള്ളൂ. അത് വെച്ചാൽ അതേപോലെ സ്വർണ്ണത്തിന് വിലയായി. ഇപ്പം പണ്ടൊക്കെ 20,000-25,000 രൂപയൊക്കെ ഒരു പവനുള്ള കാലഘട്ടത്തിൽ ഇപ്പം 70,000-75,000. പിന്നെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് സമയം എടുത്തുകൊണ്ടേ അത് ഇരട്ടിക്കത്തുള്ളൂ. പക്ഷേ താഴോട്ട് പോകത്തില്ല ഒരിക്കലും. എപ്പോഴായാലും സ്വർണ്ണം കയ്യിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മൂലധനം പോലെ തന്നെ അത് ഇരിക്കും. പക്ഷേ കുറച്ച് സമയം എടുക്കും അത് വർദ്ധിച്ച് വരാൻ. ഇപ്പോൾ അന്ന് 20,000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് വെച്ചവർക്ക് ഇപ്പം നല്ല വിൽക്കാനൊക്കെ നല്ല സമയമാണ്. പിന്നെ ഈ സ്വർണം നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ഒരു വസ്തു വാങ്ങിക്കാനോ ഒക്കെ നമുക്ക് ആ കുട്ടിക്ക് അതിൻ്റെ ധൈര്യമായിട്ട് അത് കയ്യിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് അന്ന് സ്വർണം കൊടുത്ത് വിടുന്നത്. പിന്നെ പ്രോപ്പർട്ടിയൊക്കെ ഭാഗിക്കുമ്പം കൊടുക്കുന്നതല്ലേ ഉള്ളൂ. കല്യാണത്തിൻ്റെ അന്ന് അത് കൊടുത്തു വിടുക എന്നുള്ളതാണ്.
പിന്നെ ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സ്വർണം മേടിക്കണം, അമ്മായിയമ്മയ്ക്ക് വള, ചെറുക്കന് മാല, പെങ്ങൾക്ക് വള, അതൊക്കെ പിന്നെ ഇപ്പോൾ അഡീഷണലായിട്ട് ചേർന്ന കാര്യങ്ങളാണ്. പണ്ട് അതൊന്നുമില്ലായിരുന്നു. പയ്യൻ്റെ വീട്ടിൽ നിന്ന് താലി മാലയും കൊണ്ടുവരും, അവർ കെട്ടും പോകും. പിന്നെ നല്ല വാതിൽ പോകുമ്പോൾ തുണിയോ പൈസയോ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴതൊക്കെ മാറി അവർക്കും ഒരുപാട് സ്വർണം വാങ്ങിച്ച് കൊടുക്കേണ്ട ഓരോ ആചാരങ്ങൾ വന്ന് പെട്ടിരിക്കുകയാണ്. പണ്ട് അങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല. ഇത്രയും സ്വർണവും കൊടുക്കത്തില്ലായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഇടക്കാലത്ത് വന്നിട്ടാണ് ഈ സ്വർണ്ണങ്ങൾ 50 പവനും 100 പവനും ഒക്കെ കൊടുത്ത് തുടങ്ങിയത് തന്നെ. കൊടുത്ത് തുടങ്ങിയത് നല്ലത് തന്നെ. കുട്ടിക്ക് അത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ എന്നാലും അവൾക്കൊരു മൂലധനമായിട്ടുള്ള കയ്യിൽ കാണും, അത് നല്ലതാണ്. പിന്നെ വസ്തു വാങ്ങിച്ചൊക്കെ ഇടുകയാണെങ്കിലും നല്ലതായിരിക്കും. അത് ഒരുപാട് ഉള്ളിലോട്ടൊന്നും അല്ലാതെ പെട്ടെന്ന് കൊടുത്താൽ വില കിട്ടുന്ന രീതിയിലൊക്കെ വസ്തു വാങ്ങിച്ചിട്ടിരുന്നാലും എന്നായാലും അതിനൊരു പൈസയ്ക്കൊരു വിലയുള്ളതാണ്. കൊടുക്കുമ്പോൾ അതിൻ്റേതായ ലാഭം കിട്ടുമല്ലോ, അതും നല്ലതാണ്. പക്ഷേ ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുത്തനെ കയറി പോകുന്നത് കൊണ്ട് എല്ലാവരും ഒരു അങ്കലാപ്പിലാണ്. ആർക്കും അതുപോലെ സ്വർണ്ണമൊന്നും കൊടുത്ത് വിടാനുള്ള ഒരു സന്തോഷത്തോടുകൂടി ഇത്രയും പവനൊക്കെ വാങ്ങി കൊടുക്കാനും പറ്റുന്നില്ല. പിന്നെ ചില കുട്ടികൾക്കൊന്നും ഇപ്പോൾ താല്പര്യവും ഇല്ല ഇങ്ങനെ സ്വർണ്ണം ഇടുന്നതിനോട്. എല്ലാവരും കുറച്ച് സ്വർണം മാത്രം ഇടാനാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് താല്പര്യം. ഇടക്കാലത്തായിരുന്നു ഇങ്ങനെ ഒരുപാട് സ്വർണം കല്യാണത്തിന് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ കാണുന്നില്ല അങ്ങനെ. കുറേ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്, ആവശ്യത്തിന് സ്വർണം മാത്രമേ ആ കുട്ടികൾ ഇടുന്നുള്ളൂ. കുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. അതുപോലെ അവർ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി ജീവിക്കുക, അതാണ് ഏറ്റവും നല്ല മൂലധനം. സ്വർണ്ണമൊക്കെ പിന്നെ സെക്കൻഡറിയാണ്. എങ്കിലും സ്വർണം കൊടുക്കാൻ താല്പര്യമുള്ള രക്ഷകർത്താക്കൾക്കെല്ലാം പെട്ടെന്നൊരു ഇത്രയും സ്വർണത്തിന് വില കൂടിയത് ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എങ്കിലും ആൾക്കാരത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോഴും. എത്രയും സ്വർണ്ണത്തിന് വില കൂടിയാലും മലയാളികൾക്ക് സ്വർണം അതില്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരെന്തായാലും എത്ര വില കൂടിയാലും അവർ വാങ്ങിച്ച് മകൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ കാര്യം. പിന്നെ എത്ര വില കൂടിയാലും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് ഒരു നിക്ഷേപം പോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഏതൊരാവശ്യത്തിനും പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് നടക്കാൻ പാടല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് വിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. പക്ഷേ സ്വർണ്ണമാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്വർണത്തിന് ഇത്ര ഡിമാൻഡ് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്വർണം വാങ്ങി വെക്കുന്നതും സ്വർണം കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അത് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വർണത്തിൻ്റെ വില കണ്ടപ്പോഴും ഇപ്പോഴത്തെ ഈ കല്യാണ സീസൺ കൂടെ കണ്ടപ്പോഴാണ് എനിക്കിതൊക്കെ പറയാൻ തോന്നിയത്. ഇത്രയൊക്കെ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ എഴുതുക. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.